കായികമായും അല്ലാതെയും പാകിസ്ഥാൻ തിരിച്ചടിക്കണമെന്ന തീരുമാനം തന്നെയാണ് മോദി സ്വീകരിച്ചിരിക്കുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കി, അഠാരി അതിർത്തി അടച്ചു, പാക് പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി, പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി, ഇന്ത്യ ആരാണെന്ന് കാണിച്ചു കൊടുക്കണമെന്ന കർശന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാനെതിരായ യുദ്ധം പ്രധാനമന്ത്രി നയിക്കും. ഊണിലും ഉറക്കത്തിലും ഇന്ത്യയുടെ തലനാൾ വരെ തിരിച്ചടിക്കണമെന്ന വാശിയാണ് പ്രധാനമന്ത്രിക്കുള്ളത്. 43 വർഷത്തിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലേക്ക് എത്തുന്നതിന്റെ ആവേശം തിമിർപ്പിലായിരുന്നു ജിദ്ദയിലെ പ്രവാസികൾ. പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ വലിയ പൊതുപരിപാടികൾ ഇല്ലെങ്കിലും തങ്ങൾ ജീവിക്കുന്ന ദേശത്ത് പ്രധാനമന്ത്രി 2 ദിവസം ചെലവിടുന്ന ആഹ്ലാദത്തിലായിരുന്നു എല്ലാവരും. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം ഗൾഫ് അടക്കം ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്നുള്ളവർ ഏറെ പ്രാധാന്യത്തോടുകൂടി നോക്കിയിരിക്കെയാണ് കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി എന്ന വാർത്ത പുറത്തുവന്നത്. ലോകത്താകമാനം പരന്ന സങ്കടത്തിന്റെ കാറ്റ് ജിദ്ദയിലും ഉണ്ടായി. 2 ദിവസത്തെ സന്ദർശനം ഏതാനും മണിക്കൂറുകൾ മാത്രമാക്കി മോദി തിരിച്ചുപോയി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തി നിരവധി കരാറുകൾ ഒപ്പിട്ട മോദി ജിദ്ദയിലെ കൊട്ടാരത്തിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ പോലും പങ്കെടുത്തില്ല. ഇത് രാവിലെ ജിദ്ദയിലെ ഈത്തപ്പഴ ഫാക്ടറിയിലെ ഇന്ത്യൻ തൊഴിലാളികളെ കാണാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ അതും റദ്ദാക്കി. ഇന്നത്തെ മുഴുവൻ പരിപാടികളും റദ്ദാക്കിയാണ് അദ്ദേഹം ഇന്നലെ തന്നെ മടങ്ങിയത്. രാത്രി 11 മണിയോടുകൂടി അദ്ദേഹം ജിദ്ദയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് സൗദിയിലെ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് രാജ്യം ഒരുക്കിയത്. ആകാശത്ത് നിന്ന് തന്നെ സൗദി പോർ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മോദി ജിദ്ദയിൽ ഇറങ്ങിയത്. വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ നിരവധി പ്രമുഖരും എത്തിയിരുന്നു. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് നേരെ ഈ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് അവിടെയും ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. നൃത്യങ്ങൾ പാട്ടുമായി മോദിയെ ജിദ്ദ വരവേറ്റു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ അതിക്രൂരമായ ഭീകരാക്രമണത്തിന്റെ വാർത്ത പുറത്തുവന്നു. ഇതോടെ സന്തോഷം സങ്കടത്തിന് വഴിമാറി. വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിലെ അൽ സലാമ കൊട്ടാരത്തിൽ എത്തിയത്. മോദിയെ സ്വീകരിക്കാനായി കൊട്ടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അദ്ദേഹത്തെ ഏറെ നേരം ആശ്ലേഷിച്ചു. തുടർന്ന് ഇരുവരും കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് നടന്നുപോയി. ഭീകരവാദത്തിന് എതിരായ പോരാട്ടം ഒന്നിച്ചു നയിക്കുമെന്നും ഇന്ത്യയുടെ സംഘടനത്തിൽ പങ്കുചേരുന്നതായും കിരീടാവകാശി വ്യക്തമാക്കി. ജിദ്ദയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മോദിയുടെ മനസ്സ് മുഴുവനും ഇന്ത്യയിൽ തന്നെയായിരുന്നു. പഹൽഗാം ഗ്രാമത്തിന്റെ നടുക്കത്തിൽ രാജ്യം നിൽക്കെ ഭീകരൻ സെയ്ഫുള്ള ഖാലിദ് എന്ന കസൂരിയാണ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന വിവരവും പുറത്തുവന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ ഉപമേധാവിയാണ് ഇയാൾ. കൊടും ഭീകരനായ ഹഫീസ് സെയ്ദുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കസൂരി ലഷ്കറിന്റെ പ്രാദേശിക സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി സഹകരിച്ച് ആക്രമണം നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇന്ത്യക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം അഴിച്ചുവിടുന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ കുബുദ്ധിയാണ് പഹൽഗാമിനെ ചോരക്കളമാക്കി മാറ്റിയത്. ആഗോള ഭീകരനും ലഷ്കർ സഹസ്ഥാപകനുമായ ഹഫീസ് സെയ്ദിന്റെ വലം കൈയാണ് ലഷ്കർ ഉപമേധാവി സൈഫുള്ള ഖാലിദ് എന്ന കസൂരി. ഇയാൾ പാക് അധീന കാശ്മീരിലിരുന്ന് ആക്രമണം ആസൂത്രണം ചെയ്തു എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രാദേശിക ഭീകര സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ആക്രമണ പദ്ധതി നടപ്പാക്കിയത്. ഈ പെഷവാറിൽ ലഷ്കറിന്റെ നേതൃത്വം കസൂരിക്കാണ്. ജിഹാദി പ്രസംഗങ്ങളിലൂടെ യുവാക്കളെ ഭീകര സംഘടനകളിലേക്കും സൈന്യത്തിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന കസൂരി പാക് സൈന്യത്തിൽ വലിയ ബന്ധമുള്ള കൊടും ഭീകരൻ കൂടിയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ നടത്തിയ പ്രസംഗത്തിനിടെ അടുത്ത 1 വർഷത്തിനുള്ളിൽ കശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്ന് കസൂരി പ്രഖ്യാപിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കശ്മീരിൽ ആക്രമണം ശക്തമാക്കുമെന്നും അയാൾ അവകാശപ്പെട്ടിരുന്നു. മുംബൈയിൽ 2008 ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ജമാഅത്ത് ഉദ്ദാവ എന്ന ഭീകര സംഘടനയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ റെസിസ്റ്റൻസ് ഫ്രണ്ട് ലഷ്കർ ഇ ത്വയ്ബയുടെ കശ്മീരിലെ പ്രാദേശിക കൂട്ടാളി എന്നാണ് പുറത്തുവരുന്ന വിവരം. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ 2019 സജീവമായ സംഘടനയാണ് ഇത്. ഇതിനെ നയിക്കുന്നത് ഷേഖ് സാജിദ് ഗുൾ എന്ന ഭീകരനാണ്. വിനോദസഞ്ചാരികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ് ഈ ഭീകര സംഘടന ചെയ്യാറുള്ളത്. തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് 2023 കേന്ദ്ര സർക്കാർ സംഘടനയെ നിരോധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഗന്ദേർബാളിൽ തുരങ്കപാത നിർമ്മാണത്തിലേർപ്പെട്ട 6 ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊലപ്പെടുത്തിയത് TRF ആയിരുന്നു. കശ്മീർ ഓപ്പറേഷന് തക്കം പാർത്തിരുന്ന കസൂരി അടക്കമുള്ള ഭീകരർക്ക് ഏറ്റവും ഒടുവിൽ പ്രചോദനമായത് പാക് കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ പ്രകോപന പ്രസംഗമായിരുന്നു. കശ്മീരിനെ പാകിസ്ഥാന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിച്ച അസീം മുനീർ താഴ്വാരയിൽ വെടിയൊച്ച നിലനിൽക്കില്ല എന്ന റാവൽപിണ്ടിയിൽ ഏപ്രിൽ 18 നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു.
ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്ക് വ്യക്തമായതോടുകൂടി തക്കതായ മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. നിരപരാധികളായ 26 കുടുംബങ്ങളുടെ അത്താണികളായ പുരുഷ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതയോട് കടുത്ത നടപടികളിലൂടെയാണ് മറുപടി. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ പ്രവർത്തനം നിർത്തിവെക്കുകയുണ്ടായി. ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്നും റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ട്. ലഷ്കർ ഇ ത്വയ്ബ തലവൻ സൈഫുള്ള ഗസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആക്രമണം നടത്തിയ 4 TRF ഭീകരരുടെ ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഭീകരാക്രമണം നടന്ന സ്ഥലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആദരവും അർപ്പിച്ചു. സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്ന പഹൽഗാമിലെ ബൈസൺ താഴ്വര മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഉച്ചയ്ക്ക് 2:30 ഭീകരൻ കടന്നുകയറി വെടിയുതിർത്തതോടുകൂടി കൊടും ഭീകരതയുടെ മുഖമായി ലോകത്തിന് മുന്നിൽ ഇടം വെച്ചു. മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ 26 ജീവനുകൾ പിടഞ്ഞു വീണ് മരിച്ചു. 17 പേർക്ക് പരിക്കേറ്റു. പഹൽഗാമിലും ആനന്ദ്നാഗിലുമായി ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ മാറ്റി. ഇന്നലെ പുലർച്ചെ 26 മൃതദേഹങ്ങളും ശ്രീനഗറിലെത്തിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, KC വേണുഗോപാൽ MP തുടങ്ങിയവർ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ചു. അമിത്ഷായെ കണ്ടതോടുകൂടി മരിച്ചവർക്കൊപ്പം ഉണ്ടായിരുന്നവർ പൊട്ടിക്കരഞ്ഞു. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ ത്വയ്ബയെന്ന് സ്ഥിരീകരിച്ചു. ലഷ്കർ ഇ ത്വയ്ബ ഉപമേധാവി സൈഫുള്ള ഗസൂരിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ഓപ്പറേഷൻ. ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബ്ദുൽ തൽഹ എന്നീ ഭീകരരുടെ ചിത്രങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിടുകയും ചെയ്തു. കാശ്മീരിലെ തന്നെ ബിഷ് ബഹേര ത്രാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പേരും സംഘത്തിലുണ്ട്. 2017 പാകിസ്ഥാനിലേക്ക് പോയി ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായവരാണ് എന്നാണ് വിവരം. ശ്രീനഗറിൽ ഉന്നതതല യോഗത്തിൽ ശേഷമാണ് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ അമിത്ഷാ എത്തിയത്. ആർമി ഹെലികോപ്റ്ററിലെത്തിയ അമിത്ഷാ അരമണിക്കൂറോളം ഈ ബൈസൺ താഴ്വരയിൽ ചെലവഴിച്ചു. വൈകിട്ടോടുകൂടി അമിത്ഷാ ദില്ലിയിൽ തിരിച്ചെത്തി. ഇതിനിടെ 3 സേനാ മേധാവിമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും കൂടിക്കാഴ്ച നടത്തി. സൗദിയിൽ നിന്നെത്തിയതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി എന്നിവരുമായി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അടിയന്തര കൂടിക്കാഴ്ച നടത്തി.